MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകും. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായ രാഹുൽ ഇന്നും നാളെയും കൂടി ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസമായി രാഹുൽ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചത്. പല ചോദ്യങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നാണ് വിവരം. പീഡനം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കാലയളവിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില ഫോണുകൾ വിറ്റുപോയി എന്നും ചിലത് നഷ്ടപ്പെട്ടു എന്നുമാണ് രാഹുലിന്റെ മറുപടി. ഇത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് പീഡനം നടന്നുവെന്നാണ് യുവതിയുടെ പരാതി. യുവതി ഗർഭിണിയായതോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിഞ്ഞതും കേസായതും. ഹൈക്കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യത്തിന്റെ വ്യവസ്ഥയനുസരിച്ചാണ് രാഹുൽ ഹാജരാകുന്നത്. ഇന്നലെ 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം വൈകുന്നേരം 4 മണിയോടെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. കേസിലെ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും തന്റെ മക്കളുള്ള മൊബൈൽ ഫോൺ കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് രാഹുൽ പറയുകയാണ്. മുൻപും സമാനമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തെളിവ് കൊടുക്കാതെ തന്റെ പക്കലുള്ള ഈ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് തനിക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിയാണ് രാഹുൽ ഇതെല്ലാം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചോളാം എന്ന് ആദ്യമേ ഒരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ തന്നെയാണ് സെഷൻസ് കോടതിയിൽ അഭിഭാഷകനായ ഈ ശാസ്തമംഗലം അജിത്തും ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ടുള്ള രാജീവും ഈ ഒരു രീതിയിൽ തന്നെയാണ് തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് തനിക്കെതിരെയായിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ പക്കലുള്ള മൊബൈൽ ഫോൺ ഹാജരാക്കി. എന്നാൽ അന്ന് ഉപയോഗിച്ചിരുന്ന ചാറ്റുകൾ ഉണ്ടായിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ തന്റെ പക്കലില്ല എന്നും അത് നശിച്ചു പോയി എന്നുമാണ് രാഹുൽ പറയുന്നത്. ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. ഈ പറയുന്ന പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വാസത്തിലെടുക്കേണ്ട ആർക്ക് വിറ്റു, ആരിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനാണല്ലോ പോലീസ് സംഘം ഉള്ളത്. അപ്പോൾ രാഹുൽ പറയുന്നത് കളവാണോ അല്ലയോ എന്ന് തിരിച്ചറിയാമല്ലോ. രാഹുൽ പറയുന്നത് കളവാണെങ്കിൽ തീർച്ചയായും രാഹുൽ അതിനുള്ള എന്താണോ നടപടികൾ അത് സ്വീകരിക്കുക തന്നെ വേണം. അഥവാ ഇനി രാഹുൽ പറയുന്നത് സത്യമാണെങ്കിൽ അതെന്താണോ അത് കൃത്യമായി എല്ലാവർക്കും ബോധ്യമാവുകയും വേണം. അതുകൊണ്ട് തന്നെ രാഹുൽ പറയുന്ന കാര്യത്തിൽ കൃത്യമായുള്ള ഒരു അന്വേഷണം വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 3 കേസുകളും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ഈ 3 കേസുകളും ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ആദ്യ കേസിൽ കോളിളക്കം സൃഷ്ടിച്ച ആദ്യ കേസിൽ ഒപ്പം അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്ന ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിലുള്ള ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ അല്ലെങ്കിൽ പൂങ്കുഴിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഈ ഹാജരായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം 9 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലായിരുന്നു. ലൈംഗിക ശേഷി അടക്കമുള്ളവ പരിശോധിച്ചു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി തന്നെ പോലീസ് സംഘത്തിന് മുന്നാകെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നാകെ എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ 3 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇനി പൂങ്കുഴലിയുടെ കയ്യിലുള്ളത് 48 മണിക്കൂറാണ്. ഇന്ന് രാവിലെയും അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യാനായി ഈ പോലീസ് ക്ലബിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തും. അതിനുശേഷം കൃത്യമായുള്ള ചോദ്യം ചെയ്യൽ നടത്തും. ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല ചോദ്യങ്ങളും രാഹുലിന് മുന്നിൽ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം സത്യത്തിൽ രാഹുൽ അറിയുന്ന സത്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. അതൊരു പക്ഷേ രാഹുലിന്റെ ഭാവിയെ കൂടി അത് ബാധിക്കാതിരിക്കും. മാത്രമല്ല ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ള കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് രാഷ്ട്രീയ സ്റ്റണ്ടാക്കി മാറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അപ്പോഴും രാഹുലിന്റെ ഇമേജിൽ യാതൊരുവിധ കോട്ടവും വന്നിട്ടില്ല. ഈ കോൺഗ്രസിനകത്ത് നിന്നും രാഹുലിനെ പുറത്താക്കി എന്നല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ രാഹുലിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. രാഹുൽ എവിടെ പോയാലും, രാഹുൽ ഇപ്പോൾ ഒരു പൊതു യോഗത്തിൽ പോയാലും പൊതുപരിപാടിക്ക് പങ്കെടുത്താലും അവിടെയും ജനങ്ങൾ ഉണ്ടാകും. അവിടെയും സെൽഫിയുമായി നിരവധി യുവതികൾ എത്തും. സെൽഫി എടുക്കാനായി നിരവധി യുവതികൾ എത്തും. നിരവധി യുവതികൾ, അമ്മമാർ എല്ലാവരും തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവരുടെ മുൻപാകെ ഈ പറയുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന, രാഹുലിനെ സ്വീകരിക്കുന്ന ഈ അമ്മമാരുടെ മുന്നിൽ രാഹുലിന് തൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തെ ശരിതെറ്റുകൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും രാഹുലിനുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും രാഹുൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായും രാഹുൽ ഇപ്പോൾ വിശ്വസിക്കുന്നത് താൻ എന്തൊക്കെ സത്യം പറഞ്ഞാലും എന്തൊക്കെ കള്ളം പറഞ്ഞാലും അത് വളച്ചൊടിച്ച് തനിക്കെതിരെ
സ്വമേധയാക്കാൻ ആയുധമാക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ തന്റെ വായിന്ന് വീണാലും അത് രണ്ടായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴാ ഇന്നും ചോദ്യം ചെയ്യലിൽ ഹാജരാകും. നാളെയും ചോദ്യം ചെയ്യലുണ്ട്. ഇനി പീഡിപ്പിക്കപ്പെട്ട ഫ്ളാറ്റുകളിൽ പീഡിപ്പിച്ച ഫ്ളാറ്റുകളിൽ ഒരുപക്ഷെ രാഹുലിനെ എത്തി തെളിവെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവിടെ പ്രധാനമായും പൂങ്കുഴലിലേക്ക് അറിയേണ്ടത് 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവതിയും തമ്മിലുള്ള ബന്ധം അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ തന്നെ ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിലേക്ക് പോകാമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? 2, ഈ ഒരു സമയങ്ങളിലൊക്കെ തന്നെ ബ്രൂട്ടലി റേപ്പ് ചെയ്യുന്നതിന് സമാനമായിരുന്നു സംഭവ വികാസങ്ങൾ നടന്നത് എന്ന് പറഞ്ഞതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഗർഭഛിദ്രം നടത്താനായി രാഹുൽ മാങ്കൂട്ടത്തിലാണോ യുവതിയെ പ്രേരിപ്പിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആദ്യമേ ആ ഒരു പ്രേരണ എടുത്തത് രാഹുലാണോ എന്ന ചോദ്യം. മറ്റൊന്ന്, ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത് രാഹുൽ പിന്നീട് ഭാവിയിൽ യുവതിയെ ഭീഷണിപ്പെടുത്താൻ കൂടിയായിരുന്നു എന്നുള്ള ഈ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രാഹുൽ നൽകേണ്ടത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം രാഹുൽ നൽകിയാൽ മാത്രമേ രാഹുലിന് കൂടിയുള്ള നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ രാഹുൽ ഭയക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിനെയാണ്, ആഭ്യന്തരത്തെയാണ്. കാരണം കടിച്ചുകൂടാൻ നിൽക്കുന്നവരുടെ മുന്നിലേക്ക് താൻ ഈ തെളിവുകൾ ഇട്ടുകൊടുത്താൽ എന്ത് അടിസ്ഥാനത്തിൽ ഇതേ തെളിവുകൾ ഇത് തന്നെയായിരിക്കും കോടതിക്ക് മുന്നിലെത്തുക എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് രാഹുൽ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അതേ മൊബൈൽ ഫോണിൽ മറ്റ് ചില തെളിവുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തനിക്കെതിരെ തിരിക്കാനുള്ള ആയുധമാക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. എന്തായാലും ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം മുതലാണ് ഹാജരാക്കാൻ തുടങ്ങിയത്. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കി. യുവതിയെ പീഡിപ്പിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നും നാളെയും ഒരുപക്ഷെ അതായിരിക്കും, അത്തരത്തിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലാണ് ചോദ്യം ചെയ്യൽ നടന്നു വരുന്നത്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 10 മണിയോടെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. 1.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് രാഹുലിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു. വൈകാതെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധന നടത്തും. രാഹുലിന്റെ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാനാണ് ഹൈക്കോടതി രാഹുൽ നൽകിയിരുന്നത് എങ്കിലും അങ്ങനെയായിരുന്നു നിർദ്ദേശം. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും യുവതി സ്വമേധയാ ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തലിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റ് 2 ബലാത്സംഗ കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു.